കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള കഥകൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കഥകളാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. കഥകൾ മാത്രമല്ല, കുറച്ച് വിശേഷം പറച്ചിലുമൊക്കെ ഉണ്ട്. അപ്പോൾ കഥകളും വിശേഷം പറച്ചിലും ഒക്കെ ആയിട്ടാണ് കഥാസാഗരം മുന്നോട്ട് പോകുന്നത്. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായെന്ന് വിശ്വസിക്കുന്നു. പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ വൈകണ്ട അല്ലേ, നമുക്ക് കഥയിലോട്ട് കിടക്കാം. പണ്ട് പണ്ട് വാരണാസിയിൽ കുള്ളനായ ഒരു അമ്പെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം സൈന്യത്തിൽ ചേരുക എന്നതായിരുന്നു. പക്ഷേ കുള്ളനായ തന്നെ പരിഹസിച്ച് മടക്കി അയക്കുമെന്ന് കരുതി അയാൾ രാജാവിനെ മുഖം കാണിക്കാൻ മടിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ നല്ല ഉയരവും വണ്ണവുമുള്ള ഒരു നെയ്ത്തുകാരനെ കണ്ടുമുട്ടി. ഭീമസേനൻ എന്നായിരുന്നു അയാളുടെ പേര്. നിങ്ങളെപ്പോലുള്ള ഒരാൾ നെയ്ത്തുകാരനല്ല, ഒരു പട്ടാളക്കാരനാണ് ആകേണ്ടത്, കുള്ളൻ പറഞ്ഞു. ശരിയാണ്, പക്ഷേ ഞാൻ ആയുധാഭ്യാസമൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് തുണി നെയ്യാൻ മാത്രമേ അറിയൂ, ഭീമസേനൻ നിസ്സഹായതയോടെ പറഞ്ഞു. കുള്ളൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം തോന്നി. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു നല്ല അമ്പെയ്ത്തുകാരനാണ്. നിങ്ങൾ രാജാവിൻ്റെ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ എപ്പോഴും ഞാൻ നിങ്ങളുടെ പിറകെ നിൽക്കാം. നിങ്ങൾ വില്ലും പിടിച്ച് വെറുതെ നിന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അമ്പെയ്യാം. രാജാവ് തരുന്ന പണം പങ്കിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം, കുള്ളൻ പറഞ്ഞു. അത് ഭീമസേനന് സമ്മതമായി. അന്നു തന്നെ അവർ രാജാവിനെ ചെന്ന് കണ്ടു. വളരെയേറെ നേരം കാത്ത് ഇരുന്ന ശേഷമാണ് രാജാവിനെ കാണാൻ സാധിച്ചത്. രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മഹാരാജാവേ, ഞാൻ അമ്പെയ്ത്തിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളത് അമ്പുകൾ ചുമക്കുന്ന സഹായിയാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട്, ഭീമസേനൻ അപേക്ഷിച്ചു. രാജാവിന് ഭീമസേനൻ്റെ രൂപവും ഭാവവും വളരെ ഇഷ്ടമായി. അവരെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തു. കുള്ളൻ്റെ സഹായത്തോടെ ഭീമസേനൻ പെട്ടെന്ന് പേരെടുത്തു. ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു. അതോടൊപ്പം ഭീമസേനൻ്റെ അഹങ്കാരവും വർദ്ധിച്ചു. അയാൾ കുള്ളനെ അവഹേളിക്കാനും അവഗണിക്കാനും തുടങ്ങി. നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. ഭീമസേനൻ്റെ പെരുമാറ്റത്തിൽ മനം നൊന്ത കുള്ളൻ ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. പോയിക്കോ ഇവിടുന്ന്. എനിക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനറിയാം. എനിക്കിനി നിന്റെ ആവശ്യമില്ല. ഭീമസേനൻ കുള്ളനെ ആട്ടിപ്പായിച്ചു. പെട്ടെന്നൊരു ദിവസം ശത്രു സൈന്യത്തിൻ്റെ ആക്രമണമുണ്ടായി. ശത്രുക്കളെ തുരത്താൻ ഭീമസേനൻ്റെ നേതൃത്വത്തിൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഭീമസേനൻ അഹങ്കാരത്തോടെ സൈന്യത്തിൻ്റെ മുന്നിൽ ആനപ്പുറത്ത് സഞ്ചരിച്ചു. അല്പം മാറി കുള്ളനുമുണ്ടായിരുന്നു. പക്ഷേ അതിർത്തിയിലെത്തിയ ഭീമസേനൻ ശത്രു സൈന്യത്തെ കണ്ട് ഭയന്നുപോയി. ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വില്ല് പിടിക്കാൻ പറ്റാതെയായി. ഇപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന് മട്ടായി. കുള്ളൻ അത് ശ്രദ്ധിച്ചു. അയാൾ വേഗം ആനപ്പുറത്ത് കയറി. വലിയ കഴിവും ധൈര്യവും ഉണ്ടെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ അതൊക്കെ എവിടെ പോയി? ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ? അത് കേൾക്കേണ്ട താമസം ഭീമസേനൻ ആനപ്പുറത്തു നിന്നിറങ്ങി ഓടി. കുള്ളൻ ധൈര്യത്തോടെ ആനയെ മുന്നോട്ട് നയിച്ചു. ശത്രു സൈന്യത്തിൻ്റെ നേരെ അസ്ത്രം തൊടുത്ത് വിടാൻ തുടങ്ങി. അത് തടുക്കാനാവാതെ ശത്രുക്കൾ ചിതറിയോടി. അത് കണ്ടു നിന്ന രാജാവ് ആശ്ചര്യപ്പെട്ടു. രൂപത്തിലല്ല, കഴിവിലാണ് കാര്യമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
കുള്ളനിൽ നിന്ന് സത്യം മനസ്സിലാക്കിയ രാജാവ് അയാളെ അഭിനന്ദിച്ചു. കുള്ളന് ധാരാളം പാരിതോഷികങ്ങൾ സമ്മാനിക്കുകയും സൈന്യത്തിൽ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. ഭീമസേനനെ പഴയ ജോലിയിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. ഇത്രയുമാണ് കഥ. ഇതൊരു ജാതക കഥയാണ്. ജാതക കഥകൾ നമുക്ക് ഒട്ടനവധി അറിവുകൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് നമ്മളിങ്ങനെ കൈമാറി പോവുകയാണ് ഈ കഥകൾ. അത് നിലനിൽക്കുന്നതിൻ്റെ കാരണവും അതുതന്നെ. എന്തൊക്കെയോ അർത്ഥങ്ങളും ജീവിത ദർശനങ്ങളുമൊക്കെ അതിനകത്തുണ്ട്. പ്രായോഗിക ബുദ്ധി, ഒരു ഔചിത്യമുണ്ടാവുക, ആത്മാർത്ഥത, വകതിരിവ്, സമർപ്പണം തുടങ്ങിയ സദ്ഗുണങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജാതക കഥകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും വായിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. ഇനിയും ഈ കഥകൾ മുന്നോട്ട് തന്നെ പോകും. വരും തലമുറകളും ഈ കഥകൾ വളരെ താല്പര്യത്തോടെ വായിക്കും. അതിലെ അർത്ഥങ്ങളും പാഠങ്ങളും മൂല്യങ്ങളുമൊക്കെ മനസ്സിലാക്കും. അപ്പോൾ കഥയിൽ എന്താണ് പറയുന്നത്? രൂപത്തിലല്ല അല്ലേ, കഴിവിലാണ് കാര്യമെന്ന്. രൂപം, നല്ല ആകാരഭംഗി, സൗന്ദര്യം, ഒത്ത ശരീരം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതെല്ലാം കാഴ്ചയ്ക്ക് നല്ലതാണ്. അങ്ങനെയുള്ളവർ മാതൃകാപരമായി പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. കഴിവ് വേറൊന്നാണ്. നല്ല രൂപമുള്ളവർക്ക് കഴിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഭീമസേനന് അമ്പെയ്ത്തിൽ കഴിവൊന്നുമില്ല. തുണി നെയ്യാനാണ് കഴിവ്. പക്ഷെ അമ്പെയ്ത്തിൽ കഴിവുണ്ടെന്ന് നടിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അത് പൊളിയുകയാണ്. യുദ്ധം വന്നപ്പോൾ, അത് പ്രയോഗിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഭീമസേനൻ പരാജയപ്പെടുകയാണ്. യഥാർത്ഥ കഴിവുള്ള കുള്ളൻ അവിടെ വിജയിക്കുകയാണ് തൻ്റെ കഴിവിലൂടെ. നമ്മളെ പലപ്പോഴും മറ്റുള്ളവരുടെ രൂപമൊക്കെ കണ്ട് വിലയിരുത്താറുണ്ട്. ചിലപ്പോൾ അത് മനുഷ്യ സഹജമായ കാര്യമാണ് അല്ലേ. എപ്പോഴും ആകർഷണത്വം തോന്നുന്നത് സൗന്ദര്യമുള്ള വസ്തുക്കളോടാണ്. കല്യാണം കഴിക്കുന്നവർ എപ്പോഴും സുന്ദരിയായ പെണ്ണിനെ തിരക്കാണ്. പക്ഷേ സൗന്ദര്യം അത് താൽക്കാലികമാണ്. കുറച്ച് കഴിയുമ്പോൾ സൗന്ദര്യത്തിന് വലിയ പ്രസക്തി ഇല്ലാതാകും. കുടുംബജീവിതത്തിലായാലും ഏതൊരു മേഖലയിലായാലും കഴിവാണ് മുഖ്യം. കഴിവില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സൗന്ദര്യം പാഴായി തോന്നും. ആദ്യത്തെ ആകർഷണത്വമാണ് സൗന്ദര്യത്തിനുള്ളത്. പിന്നെ അതത്ര പ്രയോജനപ്രദമാവുകയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തൊക്കെ വിദ്യകൾ അറിയാം എന്നുള്ളിടത്താണ് കാര്യമിരിക്കുന്നത്. നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ സിനിമയിൽ ഒരാൾക്ക് അവസരം കിട്ടിയെന്ന് വരാം. പക്ഷേ അവസരം പിന്നെ കിട്ടണമെങ്കിലോ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചേ സാധ്യമുള്ളൂ. തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചാലേ ഇനിയുള്ള അവസരങ്ങൾ വഴി തുറന്ന് വരികയുള്ളൂ. ഇതിനകത്ത് പിഴയ്ക്കുന്നത് ഭീമസേനനാണ്, കുള്ളനല്ല. കുള്ളൻ ഭീമസേനൻ്റെ സഹായം തേടുകയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുകയാണ്. ഇവിടെ ആ ഒരുമിച്ച് പ്രവർത്തനമാണ് ഇല്ലാതായത്. അപ്പോഴാണ് പരാജയം വന്ന് വാതിക്കൽ കൊട്ടിയത്. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നെങ്കിൽ ഭീമസേനന് ആ ജോലിയിൽ തുടരാമായിരുന്നു. ആ കുള്ളൻ അയാളെ സഹായിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും ഒരുമിച്ചുള്ള പ്രവർത്തനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇടയ്ക്ക് ഞാൻ വായിച്ചൊരു ചെറിയൊരു വാർത്തയുണ്ട്. വേട്ടാളനെ തേടി മലയാളി ഗവേഷകർ കിഴക്കൻ ഹിമാലയത്തിലെ അപ്പർ സിയാങ്ങിൽ പോയി. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, കൂട്ടായ പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരാളല്ല, 3 പേർ ചേർന്നിട്ടാണ് പോയത്. ഈ 3 ഉൾപ്പെട്ട ഗവേഷണ സംഘത്തിന് കടന്നൽ, അതായത് വാസ്പ് കുടുംബത്തിൽപ്പെട്ട പുതിയൊരു തരം വേട്ടാളനെ, വേട്ടാവളിയൻ എന്നൊക്കെ നമ്മളിവിടെ പറയും, കണ്ടെത്താൻ സാധിച്ചു.
ഗവേഷണത്തിന് അധികമാരും എത്താത്ത കിഴക്കൻ ഹിമാലയത്തിൽ പോയി പുതിയ പ്രാണിയെ കണ്ടെത്തിയതിനെക്കുറിച്ച് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എൻറ്റമോളജിയുടെ പ്രസിദ്ധീകരണമായ എൻഡോമോൺ ജേണൽ പ്രസിദ്ധീകരിച്ചു. ബാംഗ്ലൂരിലെ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവയറമെൻറ്റിലെ ശാസ്ത്രജ്ഞരായ കണ്ണൂർ ഇരിട്ടിയിലെ ഫെമി എഴുത്തുപള്ളിക്കൽ, ബെന്നി, പട്ടാമ്പിയിലെ ഡോക്ടർ AP രഞ്ജിത്ത്, കൊല്ലത്തെ ഡോക്ടർ പ്രിയദർശൻ ധർമ്മരാജൻ എന്നിവരാണ് വേട്ടാവളിയനെ കണ്ടെത്തിയത്. ഞാനീ പറയുന്നത് ഒരു 3 പേരും കൂടെ ശ്രമിച്ചപ്പോഴാണ് അല്ലേ ഒരു പുതിയൊരു കണ്ടെത്തൽ നടത്തിയത്. അവർ പരസ്പരം പോരടിക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോഴാണ് അല്ലേ ഒരു പുതിയ കണ്ടെത്തൽ നടത്താൻ സാധിച്ചത്. കിഴക്കൻ ഹിമാലയത്തിലെ അപ്പർ സിയാങ് പ്രദേശത്ത് ഗവേഷണം നടത്തുക ബുദ്ധിമുട്ടാണ്. ഗവേഷണത്തിന് അനുമതി ലഭിക്കാൻ തന്നെ ഏറെ പ്രയാസമാണ്. എപ്പോഴും മാറി മാറി വരുന്ന കാലാവസ്ഥ. സിയാങ് താഴ്വരയ്ക്ക് ആദരക സൂചകമായി പുതിയ പ്രാണിക്ക് സ്യൂ-സിയാൻ ജെൻസിസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേട്ടാവളിയൻ കടന്നലിനെ പോലെ ഉപദ്രവകാരിയല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഈ വേട്ടാവളിയൻ കാണാറുണ്ട്. മണ്ണുകൊണ്ട് ഇങ്ങനെ ചെറിയ ഒരു കൂന പോലെ ഒരു കൂടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് വാസ്പിനത്തിൽ പെട്ട അതാണ് ഈ വേട്ടാവളി എന്ന് പറയുന്നത്. വാസ്പുകളെ പൊതുവായി വിളിക്കുന്ന പേരാണ് വേട്ടാളൻ അല്ലെങ്കിൽ വേട്ടാവളി. അതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതൊരു വാർത്തയെ ഉദ്ധരിച്ച് പറഞ്ഞതാണ് ഈ കാര്യങ്ങൾക്ക്. ഞാൻ ഈ ഐക്യമില്ലായ്മയാണല്ലോ ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. രണ്ട് സുഹൃത്തുക്കൾ ഒരു കാര്യം തീരുമാനിച്ച് പുറപ്പെട്ടു. പക്ഷേ പാതി വഴിയിൽ ഒരു സുഹൃത്തിന് ഇച്ചിരി അഹങ്കാരമൊക്കെ തോന്നുകയാണ്. അവർ രണ്ടും ഒരുമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. 2 സുഹൃത്തുക്കൾക്കും നല്ലതായിരുന്നു. എന്തായാലും അഹങ്കാരം കൂടിയ സുഹൃത്ത് പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പത്രവാർത്തയിലെ ഈ കാര്യങ്ങളും കൂടെ അതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ഒരു 3 സുഹൃത്തുക്കൾ ഒരുമിച്ചപ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ സാധിച്ചു. അതൊന്ന് പറയാനായിട്ട് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ഇത്ര നേരം എന്നോടൊപ്പം ചെലവിട്ടത്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.